ജുർജി സെയ്ദാൻ 1861 ജനിച്ചു. 1914 മരണപ്പെട്ട വ്യക്തിയാണ് ജുർജി സെയ്ദാൻ. ഡിസംബർ 14, 1861 ബൈറൂത്തിൽ ഐൻ ഇനബിലാണ് ജനിക്കുന്നത്. ഒരു പാവപ്പെട്ട ക്രിസ്ത്യൻ കുടുംബത്തിൽ ബൈറൂത്തിൽ ജനിച്ചു. ഉമ്മ മറിയം മത്തർ, ഉപ്പ ഹബീബ് സെയ്ദാൻ. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും പേര്. അദീബാണ്, റിവായിയാണ്, നോവലെഴുത്തുകാരനും കൂടിയാണ്, പത്രപ്രവർത്തകനുമാണ്. ബൈറൂത്തിൽ ജനിച്ചു, ബൈറൂത്തിൽ മരണപ്പെട്ടു. ഇനി പറയാനുള്ളത്, ആദ്യമായിട്ട് താരീഖിൽ ഇത്രയോളം വിശാലമായ ചിന്ത കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അവലുമൻ ഫക്കറ ഫി തബ്സീത്തി താരീഖ് വറായിദു ഫന്നുൽ ഖിസസു താരീഖ്. താരീഖിൽ ഇത് ഇത്രത്തോളം ഇതിന് അറബി ഭാഷയിൽ കൊണ്ടുവന്നത് ജുർജി സെയ്ദാൻ ആണ്. അറബി, ഇബ്രു, സുറിയാനിയ, ഫ്രാൻസ്, ഇംഗ്ലീഷ് ഈ ഭാഷകളൊക്കെ കൈവശമുള്ള വ്യക്തിയാണ്. അജാദൽ അറബിയത്ത വൽ ഇബ്രിയത്ത വസുരിയാനിയത്ത വൽ ഫറൻസിയ വൽ ഇൻജിരീസിയ. ഇനി അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹം ലബനാനിൽ നിന്ന് അവിടുത്തെ ചുറ്റുപാടുകൾ മോശമായതുകൊണ്ട് മിസ്റിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം സമാൻ എന്ന് പറയുന്ന ജരീദത്തിലെ മുഹററായിട്ടുണ്ട്. ജാമിയ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റിയിൽ തിബ് 81 പഠിച്ചു. 84 സുഡാനിലേക്ക് ട്രാൻസ്ലേറ്ററായിട്ട് പോയി. അവിടെ 10 മാസം നിന്നു. 85 അദ്ദേഹം ബൈറൂത്തിലേക്ക് തന്നെ വന്നു. മജ്മഉൽ ഇൽമു ശർഖിയിൽ ജോയിനായി. അവിടെ വച്ചിട്ടാണ് ഇബ്രു സുറിയാനി ഭാഷ അവഗാഹം നേടുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട വിഷയം, ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റിവായ അൽ മംലൂഖു ശാരിദ് 1891. 1914 അദ്ദേഹം 1992 to 14 വരെ മജല്ലത്തുൽ ഹിലാൽ സ്ഥാപിച്ചു. കൈറോയിൽ ആരുടെ? നജീബ് മത്തറിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ മാഗസിൻ്റെ വാക്കാണ് ലാ യസിഹു ഇല്ല സഹി വലാ യബ്ക ഇല്ലൽ അസഹ്. ഏറ്റവും സഹിഹായത് മാത്രമേ നിലനിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മജല്ലയുടെ മോട്ടോ ഇലൽ അമാം എന്നാണ്, മുമ്പിലേക്ക്. അടുത്ത് മജല്ലത്ത് സമാലെ മുഹററായി നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയം മുത്തറജിമൻ ബരീത്വാനിയനായിരുന്നു. ഇനി താരീഖു മിസ്റുൽ ഹദീസ് 2 ജുസ്, താരീഖു തമദ്ദുനുൽ ഇസ്ലാമി 5 ജുസ്, അൽ അറബ് ഖബ്ലൽ ഇസ്ലാം 1889 താരീഖു മിസ്ർ 2, താരീഖു തമദ്ദുനുൽ ഇസ്ലാമി 5 ജുസ്, താരീഖുൽ അദബുൽ അറബിയ 1911. അദറാ ഖുറൈഷ്, അത് മഖ്തുൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട കൊലപാതകർ. റമദാൻ 17 ഫിത്നത്തുൽ കുബ്ര, ഇമാം അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട വിഷയം. ഓദത്തു കർബല, ഹജ്ജാജ് ബിൻ യൂസുഫ്, അങ്ങനെ തുടങ്ങിയ പ്രധാന വ്യക്തികൾ. ഇതൊന്ന് ജസ്റ്റ് വായിക്കുക. ഫതഹുൽ അന്ദലുസ്, അബുൽ മുസ്ലിം ഖറാസാനി, ഫതാത്തുൽ കൈർവാൻ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഇൻഖിലാബുൽ ഉസ്മാനി, അഹ്മദ് ബിൻ തൂലൂൻ, അറൂസ് ഫറായിന, അൽ അമീൻ വൽ മഅ്മൂൻ. ഇതൊക്കെയാണ് ഫേമസ് ഗ്രന്ഥങ്ങൾ. ഇവിടെ മെൻഷൻ ചെയ്ത ഗ്രന്ഥങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ശുക്രൻ ലിസ്തിമായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.